നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിലെ പോലെ ഹിന്ദി ബെൽറ്റായിട്ടുള്ള ബീഹാറിലും BJP മുഖ്യമന്ത്രിക്ക് വേണ്ടി കുറേ നാളുകളായി നരേന്ദ്രമോദി പരമാവധി ശ്രമങ്ങൾ നടത്തി വരികയാണ്. നിതീഷിനെ എങ്ങനെ ചാടിക്കാമെന്നുള്ളത് നരേന്ദ്രമോദി സ്വപ്നം കാണുന്ന കാര്യമാണ്. നിതീഷ് കുമാറിൻ്റെ JDUവിനെ പിളർത്തി അതിലെ 7ഓളം MP മാരെ BJPയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് പാതി വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാവുന്ന അവസ്ഥ. ബീഹാറിൽ കോൺഗ്രസ് MLA മാരെ BJPയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഐക്യജനതാദൾ MP മാരെ കൂടി BJPയിലേക്ക് എത്തിച്ച് നിതീഷ് കുമാറിനെ ചവിട്ടി പുറത്താക്കാൻ വേണ്ടിയുള്ള നീക്കമാണ്. നിതീഷിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് മാർഗങ്ങളില്ല. പണ്ടാണെങ്കിൽ RJDയുമായി കൂട്ടുകക്ഷി ഉണ്ടാക്കി BJPയെ പണിയാൻ കൃത്യമായുള്ള ശ്രമങ്ങൾ നിതീഷ് നടത്തുമായിരുന്നു. അതിനെയെല്ലാം വെട്ടി മാറ്റിക്കൊണ്ട് SIR നടപടിയിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സഹായത്തോടെ BJP ആ സാധ്യതയും ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ BJPയെ കബളിപ്പിച്ചുകൊണ്ട് ഇനി നിതീഷിന് ഒരു മാർഗവും അവലംബിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. നിതീഷിനെ സംബന്ധിച്ചിടത്തോളം അധികാരം ഇല്ലാതെ ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് ഒരു പ്രതിപക്ഷ നേതാവായോ കക്ഷി നേതാവായോ തുടരാൻ അദ്ദേഹത്തിന് താല്പര്യവുമില്ല. മോദിയുടെ മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയാകാൻ അദ്ദേഹത്തിന് താല്പര്യവുമില്ല. 2014 നരേന്ദ്രമോദി ആദ്യമായി പ്രധാനമന്ത്രിയായപ്പോൾ ചായക്കച്ചവടക്കാരൻ്റെ മന്ത്രിസഭയിൽ ഞാൻ മന്ത്രിയാകാൻ പോകില്ല, ഞാൻ ഇനി BJPയുമായുള്ള കൂട്ടുകക്ഷിയും വേണ്ട എന്ന് പറഞ്ഞ് ശരത് യാദവിനെ ഒപ്പം കൂട്ടി നിതീഷ് BJP സഖ്യം ഉപേക്ഷിച്ചതാണ്. അതുവരെ NDAയുടെ ചെയർപേഴ്സണായിരുന്ന നിതീഷ് കുമാർ സർവത്ര ബന്ധങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ തീരുമാനം, കടുത്ത നടപടി, ശക്തമായ ഭാഷയിൽ പറഞ്ഞുകൊണ്ട് മുന്നണി വിട്ടത്. പിന്നീട് മുന്നണിയിലേക്ക് എത്തിയതിൻ്റെ പേര് അത് എന്ന് പറയുന്ന അവസരവാദ രാഷ്ട്രീയം മാത്രമാണ്. ഇപ്പോൾ നിതീഷിന് മുഖ്യമന്ത്രി സ്ഥാനം BJPയുടെ മഹാമനസ്കത കൊണ്ടാണ് എന്ന് വരുത്തി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. BJP MLA മാരിൽ പലരും ജയിച്ചത് അസാധാരണപരമായിട്ടാണ് എന്നുള്ളത് JDU വീണ്ടും വീണ്ടും ആരോപിക്കുമ്പോൾ JDU MLA മാർ ഇത്രയധികം കൂടുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ എന്ന് BJPയും കൗണ്ടർ അടിക്കുകയാണ്. എങ്ങനെ പോയാലും 50-ൽ കൂടുതൽ നിയമസഭാ സീറ്റുകളിൽ വിജയസാധ്യത ഉണ്ടായിരുന്ന RJD എങ്ങനെ 20ഓളം സീറ്റുകളായി അവരുടെ എണ്ണം ടാലി കുറഞ്ഞു? മഹാരാഷ്ട്രയിൽ എങ്ങനെയാണോ ഉദ്ധവിനെ തകർക്കാൻ കളി കളിച്ചത് അതിൻ്റെ 10 മടങ്ങ് കളിയാണ് BJP ബീഹാറിൽ അവലംബിച്ചത്. ബീഹാറിന് സ്പെഷ്യൽ പാക്കേജ് കൊടുത്തും ബീഹാറിലെ ജനങ്ങളെ ഫ്രീബീസ് പൊളിറ്റിക്സിൽ ആകർഷിച്ചും താൽക്കാലികമായി പല ഗിമിക്കുകളും കാണിച്ചു. അതിനുശേഷം അവിടെ ആഭ്യന്തര BJP പിടിച്ചെടുത്തു. ഇപ്പോൾ പ്രക്ഷുബ്ധ നീക്കങ്ങൾ BJPക്ക് എതിരെ ഉണ്ടാകുന്നതിനെ കൃത്യമായി ലാത്തി ഉപയോഗിച്ച് തല്ലിച്ചതയ്ക്കുകയാണ്. സാധാരണക്കാരെ ജയിലിൽ പിടിച്ചിടുകയാണ്. വലിയ തോതിലുള്ള നരവേട്ട BJP നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബീഹാറിനെ കലുഷിതമാക്കി കഴിഞ്ഞിരിക്കുന്നു. പാട്നയിൽ BJPയുടെ കൊടി മാത്രം പറക്കുന്ന അവസ്ഥയിലേക്ക്, ഐക്യജനതാദൾ ഇനി ഒരു ഓർമ്മയാകുന്ന സാഹചര്യത്തിലേക്ക്, ഐക്യജനതാദൾ വിസ്മൃതിയിൽ ആണ്ടുപോകുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ്. താൽക്കാലികമായി MLA മാരുടെ എണ്ണം ചിലപ്പോൾ കൂടുതലായിരിക്കാം. പക്ഷേ ഐക്യജനതാദൾ എന്ന ഈ ഒരു സിസ്റ്റം എന്നേക്കുമായി തീരുകയാണ്. RJDക്ക് അവിടെയും ജനപിന്തുണ ഉണ്ട് എന്നുള്ളതാണ് സത്യം.